ആ ഇബ്രാഹിം നബിയാണ് ഈ കാബ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവിടെ ഇബ്രാഹിം നബിൻ്റെ ബിംബടക്കം വെച്ചാണ്ട് ആരാധിക്കാം. 360 ബിംബം അവിടെ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കുകയാണ്, 360 ബിംബങ്ങൾ ഉണ്ടായിട്ട് തന്നെ പല കാര്യങ്ങളും എന്താണില്ല, എന്നിട്ട് അഞ്ഞപ്പോൾ ഒന്ന് എന്നാണ് ഇവർ ചോദിച്ചത്. മുശ്രിക്കുകൾ ചോദിച്ചതാണ്. ആ ഷിർക്കിൻ്റെ കേന്ദ്രത്തിൽ ചെന്നിട്ടാണ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹ് മാത്രമേ ആരാധനയുള്ളൂ, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. നീ ആലുംറാൻ സൂറത്തിൽ നോക്കിയാൽ വേറെ ആയത്ത് കാണിച്ചാട്ടെ നോക്കി. ഓരോ നിലപാട് എന്തായിരുന്നു, വലിയ രസമുള്ള നിലപാടാണ്. അള്ളാഹിനെ പറ്റി അവർക്ക് വലിയൊരു കൂടുതൽ കമ്പാരുടെ വിഭവങ്ങളോടെ എന്നുള്ളതാണ്. അള്ളാഹു തആലക്ക് ഇവർ ആക്കി ആര്, ഈ മുശ്രിക്കുകൾ അള്ളാഹ് സൃഷ്ടിച്ചതിൽ നിന്ന് കൃഷികളും വല്ലന്നാമി കന്നുകാലികളും ആ കൈന്നൊക്കെ നസീബൻ ഒരു പങ്ക് അള്ളാഹു തആലക്കാക്കി. ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ആരെയും പറയണത് ചിലപ്പോൾ അബൂജഹലാണ് ഈ പറയുന്നത് ഇത് അള്ളാഹ്ക്കുള്ളതാണ്. ചില കന്നുകാലികളൊക്കെ നേർച്ചയാക്കിയാണ് ഇത് അള്ളാഹ്ക്കുള്ളതാണ്. ഏതവർക്ക് കൊയ്ത് കൊണ്ടുവന്നാൽ കുറേ നെല്ലൊക്കെ ഒരു 10 പറയൊക്കെ പഠിച്ചിട്ട് ഇത് അള്ളാഹ്ക്കുള്ള നേർച്ചയാണ്. വഹാദാലി സുറക്കായന ഇത് ഞങ്ങളെ പങ്കാളികൾക്കുള്ളതാണ്. അള്ളാൻ്റെ ഒപ്പമുള്ള കൂറാളികൾ കുറേ ഉണ്ടല്ലോ, ലാത്തി ഉസ്യം മനാത്തൊക്കെ അപ്പുറത്തുണ്ടല്ലോ, ഇത് ഓൽക്കുള്ളതാണെന്ന് പറയും. ഒരു 10 പറ ഇവിടെയും പഠിച്ചിട്ട് 10 പറ അങ്ങോട്ടും പഠിച്ചിട്ടു രണ്ടും. ഇതാണ് ഷിർക്ക്. ഷിർക്ക് വേണിപ്പോൾ മനസ്സിലാക്കിയോളി. അള്ളുണ്ടോൽക്ക്, നമ്മളല്ലല്ലോ കേട്ടോ. ഇവർ അള്ളാഹ്ക്ക് കുറേ വൈകല്യങ്ങളും കുറവുകളുണ്ട്, അതുകൊണ്ടാണ് പങ്കാളികളൊക്കെ വേണ്ടി വന്നത്. അള്ളാഹ്ക്ക് സഹായികൾ വേണം അവർക്ക്. അങ്ങനെ ഒരു പങ്കാളികൾക്കുള്ളത് വേറെയും വെക്കും, അള്ളാഹ്ക്കുള്ളത് വേറെയും വെക്കും. എന്നിട്ട് ഫമാക്കാനിലെ സുറക്കായും, അതായത് ഈ അള്ളാഹ്ക്ക് നന്നായിട്ട് തീരുമാനിച്ച് നേർച്ചയാക്കി വെച്ചതിന് കുറച്ച് ബിംബങ്ങളിലേക്കൊക്കെ ചേർന്ന് പോലെ പറയാം അള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല, അള്ളാഹ് വലിയ ആളല്ലേ, ഇവർക്ക് കിടക്കട്ടെ. ഇവരത് ഒരു മോണിയെങ്ങാനും അള്ളാഹ്ക്കുള്ള ഒരേക്കായാൽ അത് ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെയൊക്കെ വീടുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹിന് ഓർക്കൊരു പുറുസത്തില്ല. ബിംബങ്ങളോടാണ് ഭയങ്കരമായ അള്ളാഹിൻ്റെ ഒരു സൈഡിൽ എങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടെന്നും പറഞ്ഞാണ്ട് താല്പര്യക്കാരോടാണ് ബിംബങ്ങളോടായിരുന്നു. അങ്ങനത്തെ ഷിർക്കാ ചെയ്യണത്. അതാ ഞാൻ പറഞ്ഞത്, അതാണ് ഷിർക്ക്. അതാണ് ഏറ്റവും വലിയ ദുൽമ്. ആ ഷിർക്കിനെതിരെ തൗഹീദിനായിട്ട് ലോകത്ത് വെച്ച് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് സൂറത്ത് ആൽ-ഇംറാൻ. അല്ലാഹ് പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ. ആദ്യമായിട്ട് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം മക്കയിലുള്ള ഭവനമാണ്. മുബാറക്കൻ, മുബാറക്കായത്, ഭയങ്കര ബർക്കത്തായത്.